നമസ്കാരം. ഇന്ന് ബൈപോളർ അഫക്റ്റീവ് ഡിസോർഡർ എന്ന രോഗത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. പേരിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ രണ്ട് ധ്രുവങ്ങളിലുള്ള സ്വഭാവവും പെരുമാറ്റവും ചിന്തയും ഒക്കെ ഒരേ വ്യക്തി തന്നെ കാണിക്കുന്ന ലക്ഷണങ്ങൾ ഉള്ളതുകൊണ്ടാണ് ബൈപോളർ അഫക്റ്റീവ് ഡിസോർഡർ എന്ന നാമകരണം കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഒരു വ്യക്തിക്ക് മാനിക് എപ്പിസോഡ്സ് ഉണ്ടാകാം, അതേപോലെ തന്നെ അതിന് നേരെ വിപരീതമായ ഡിപ്രസീവ് ഫേസും ഉണ്ടാകാം. ഡിപ്രഷൻ ഇപ്പോൾ സാമാന്യേന എല്ലാ ജനങ്ങൾക്കും അറിയാവുന്ന തന്നെ ഒരു രോഗാവസ്ഥയാണ്. മാനിക് എപ്പിസോഡ് എന്താണെന്ന് നമുക്ക് ചുരുക്കത്തിൽ നോക്കാം. മാനിക് എപ്പിസോഡുള്ള ഒരു വ്യക്തി അമിതമായിട്ടുള്ളൊരു സന്തോഷം കാണിക്കുകയും അതേപോലെ തന്നെ അവർക്ക് പെട്ടെന്ന് ദേഷ്യം വരികയും സംസാരിക്കുകയും ചിലപ്പോൾ സംസാരം കൂടിയിട്ട് പരസ്പര ബന്ധമില്ലാതെ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയും ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽ സംസാരിച്ചു തുടങ്ങി ചിലപ്പോൾ ടോപ്പിക്ക് വിട്ട് പല പല ടോപ്പിക്കിൽ എത്തപ്പെട്ട് അവസാനം ഒരു എത്തിയും പിടിയും ഇല്ലാത്ത രീതിയിൽ ഡീറെയിൽഡായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. അത് തന്നെയല്ല, ഒരു കാര്യം സംസാരിച്ചു തുടങ്ങുമ്പോൾ അതിൽ മാത്രം ഒതുങ്ങാതെ പല രീതിയിൽ അനാവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെയും കൊടുത്ത് സർക്കംസ്റ്റാൻഷ്യൽ സ്പീച്ച് എന്നൊക്കെയും നാം പറയുന്ന രീതിയിൽ ഉള്ള തരം സംസാരം ഇത്തരം വ്യക്തികൾ കാണിക്കാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ അവർക്ക് ആക്ടിവിറ്റി വളരെയധികം കൂടുതലായിരിക്കും. ഒരിടത്ത് അടങ്ങിയിരിക്കത്തില്ല. ഒരേ ദിവസം തന്നെ ചിലപ്പോൾ 4-5 ദിവസം കൊണ്ട് തീർക്കാവുന്ന ജോലികൾ ഒറ്റ ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും. ഉറക്കം ഉണ്ടാകത്തില്ല. ഉറങ്ങിയില്ലെങ്കിൽ പോലും ക്ഷീണമില്ലാതെ അമിതമായിട്ടുള്ള എനർജി ലെവൽസ് ഇവർക്ക് ഉണ്ടാകാനുള്ളൊരു സാധ്യതയും വളരെയധികം ഉണ്ട്. അത് തന്നെയല്ല, കണ്ടമാനം പൈസ ചെലവാക്കുന്ന ഒരു വ്യഗ്രത ഈ കൂട്ടർക്കുണ്ട്. ഒരു ഷർട്ടോ അല്ലെങ്കിൽ ഒരു ഉടുപ്പോ ഒരു ഷൂസോ വാങ്ങിക്കേണ്ട സാഹചര്യത്തിൽ 3-4 അല്ലെങ്കിൽ 10 അതിലേറെ വാങ്ങിക്കാനുള്ളൊരു സാധ്യത. അമിതമായിട്ടുള്ള നിക്ഷേപങ്ങൾ അവിടെയും ഇവിടെയും ഇടുക, കടബാധ്യത വരുത്തി തീർക്കുക, അറിയാത്ത ബിസിനസ് ഒക്കെയും ചെയ്യാനായിട്ട് എടുത്തു ചാടുക, എന്താകും ഭാവി എന്ന് ചിന്തിക്കാതെ എടുത്തുചാട്ടം വളരെയധികം ഉള്ളൊരു സാഹചര്യമാണിത്. പരിചയമില്ലാത്ത വ്യക്തികളോട് അങ്ങോട്ട് കയറി മിണ്ടുക, അവരോട് അമിത പരിചയം കാണിക്കുക, ഓവർ ഫെമിലിയർ ആകുക, അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക, രോഗിയുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ അനാവശ്യമായി മറ്റുള്ളവരോട് ഡിസ്ക്ലോസ് ചെയ്യുക, ഇതൊക്കെയും ഈ കൂട്ടർക്ക് ഉണ്ടാകുന്ന ലക്ഷണങ്ങളാണ്. ഇത് കൂടിക്കഴിയുമ്പോൾ, സന്തോഷമൊക്കെ കൂടിക്കഴിയുമ്പോൾ, എനർജി ലെവൽസ് ഒക്കെ കൂടിക്കഴിയുമ്പോൾ ഒരുപക്ഷെ അവർ ദൈവമാണെന്ന് വരെ കയറി പറഞ്ഞു കളയും. താൻ കൃഷ്ണനാണെന്നും അല്ലെങ്കിൽ മാതാവാണെന്നും ഒക്കെ പറയും. അത് തന്നെയല്ല, താൻ ജനിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്നത് ഒരു പ്രത്യേക ലക്ഷ്യം വെച്ചാണ്, തന്നിലൂടെയാണ് ലോകത്തിനൊരു വിമോചനം ഉണ്ടാകുന്നത്, തനിക്ക് പ്രത്യേക റോളുണ്ട്, ഇത്തരം കാര്യങ്ങളൊക്കെയും ഇവർ സംസാരിക്കും. ഒരിക്കലും അവരോട് തർക്കിച്ച് ജയിക്കാൻ പറ്റത്തില്ല. എല്ലാവരെക്കാട്ടിലും ഉപരി താനാണ് സുപ്പീരിയർ, അല്ലെങ്കിൽ എല്ലാവരുടെയും മുകളിൽ താനാണ്, താൻ തന്നെ ദൈവമാണ് എന്ന് പറഞ്ഞു കളയുന്ന ഒരു സാഹചര്യം. ഇതിനാണ് മാനിക് എപ്പിസോഡ് വിത്ത് സൈക്കോട്ടിക് സിംറ്റംസ് എന്നൊക്കെ പറയുന്നത്. ഇതിന് നേരെ വിപരീതമാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. ചിലപ്പോൾ ഈ രണ്ട് സാഹചര്യങ്ങളും കോർത്തിണങ്ങി ഒരു വ്യക്തിയിൽ ഉണ്ടാകാം. അതിന് മിക്സ്ഡ് ഫേസ് എന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ളവർക്ക് മാനിക് സിംറ്റംസും അതോടൊപ്പം തന്നെ ഡിപ്രസീവ് സിംറ്റംസും ഒരുമിച്ചുണ്ടാകാം. ഇത് നേരാവണ്ണം ചികിത്സിച്ചില്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ ദിശ തന്നെ മാറ്റുന്ന ഒരു സാഹചര്യമാണ്, അല്ലെങ്കിൽ ഒരു രോഗമാണ് എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ചും ഡിപ്രഷനുള്ള വ്യക്തി അത് കൂടിക്കഴിയുമ്പോൾ അമിതമായിട്ടുള്ള സിവിയർ ഡിപ്രഷനൊക്കെ വന്നു കഴിയുമ്പോൾ അവർ ടോട്ടലി ഡിസ്ഫങ്ഷണൽ ആകുകയും തങ്ങളുടെ പ്രവൃത്തികളിലൊന്നും വ്യാപരിക്കാനായിട്ട് പറ്റാതെ വരികയും അവരൊരു പക്ഷേ ബെഡ് റിഡൻ ആയി പോകുന്ന ഒരു സാഹചര്യം, അത്രയും എനർജി ലെവൽസ് കുറഞ്ഞിട്ട് ആരോടെയും സംസാരിക്കാതെ ആത്മഹത്യയുടെ പ്രവണതയും ആത്മഹത്യയുടെ റിസ്ക്കും വളരെയധികം ഉള്ളതായിട്ട് പഠനങ്ങളൊക്കെയും തന്നെ തെളിയിക്കുന്നു. അതുതന്നെയല്ല, ഈ മാനിക് ഫേസും ചികിത്സിച്ച് ഭേദമാക്കേണ്ട ഒന്ന് തന്നെയാണ്. കാരണം അവർ തീർച്ചയായിട്ടും വളരെയധികം ഡിസ്ട്രപ്ഷൻ സ്വന്തം ഫാമിലിയിലും സമൂഹത്തിലും ജോലി സ്ഥലങ്ങളിലും ഒക്കെയും ഉണ്ടാക്കുന്നു. ബന്ധങ്ങൾ നഷ്ടമാവും വിധം അവരെ പൊട്ടിത്തെറിക്കുന്നു, അമിത ചിലവുണ്ടാകുന്നു, പണം അനാവശ്യമായിട്ട് ചിലവാക്കി നഷ്ടപ്പെടുത്തുന്നു, വേണ്ടാത്ത വെഞ്ചേഴ്സിലൊക്കെ തല വെച്ച് ആവശ്യമില്ലാത്ത നഷ്ടങ്ങളൊക്കെയും ജീവിതത്തിൽ കടന്നു വരുന്നു. അത് തന്നെയല്ല, വയലൻസിലും അക്രമത്തിലും ഒക്കെയും പോകാനുള്ളൊരു സാധ്യതയുമുണ്ട്. ഇതിലൊക്കെയും ഉപരിയായി ഈ ഒരു ഫേസിൽ, രണ്ട് ഫേസിലും ലഹരി ഉപയോഗിക്കാനുള്ളൊരു സാധ്യതയും ഏറെയാണ്. മാനിക് ഫേസിലും പലതരം സബ്സ്റ്റൻസും ലഹരിയും സിന്തറ്റിക് ഡ്രഗ്സും ആൽക്കഹോളും ഒക്കെയും ഉപയോഗിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഡിപ്രസീവ് ഫേസിലും മൂഡ് മാറുന്നതിന് അല്ലെങ്കിൽ മൂഡ് എലിവേറ്റ് ചെയ്യുന്നതിന് സ്വന്തമായിട്ട് ലഹരി പദാർത്ഥം അതൊരു മരുന്നായി കണക്കാക്കി ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒന്ന് ചികിത്സിക്കേണ്ടത് ആവശ്യമാണ്. ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു മനോരോഗ വിദഗ്ധന്റെ സേവനം തേടേണ്ടതും ആവശ്യമാണ്. നന്ദി.